ഹലോ ഫ്രണ്ട്സ്, നിഹാൽ ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഒരു ഹാർഡ് ഡിസ്ക് എറർ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വിൻഡോസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വിൻഡോസ് മീഡിയ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ പോലെ തന്നെ നിങ്ങൾക്ക് മീഡിയ ഓപ്പൺ ചെയ്യിക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് റിപ്പയർ യുവർ കമ്പ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ട്രബിൾ ഷൂട്ടിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു കമാൻഡിൻ്റെ വിൻഡോ ഓപ്പൺ ആകാനായിട്ട് കാണാൻ കഴിയും. ഇതിൽ നിങ്ങൾ ഡിസ്ക് പാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഡിസ്ക് പാർട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ലിസ്റ്റ് ഡിസ്ക് ടൈപ്പ് ചെയ്യുക. ലിസ്റ്റ് ഡിസ്ക് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു ഹാർഡ് ഡിസ്ക് ആക്റ്റീവായിട്ടുള്ളത് കാണാൻ കഴിയും. ഇനി ഇതിൽ സെലക്ട് ഡിസ്ക് കൊടുക്കുക. സെലക്ട് ഡിസ്ക് 0. ഇതിൽ ഡിസ്ക് 0 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഇതിൽ കാണിക്കുന്നത് അത് കൊടുക്കുക. ഡിസ്ക് 1 ആണെങ്കിൽ 1 കൊടുക്കുക. എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ക്ലീൻ എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിസ്ക് പാർട്ട് സക്സീഡഡ് ഇൻ ക്ലീനിങ് ദ ഡിസ്ക്. ഇതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നോർമലായിട്ടുള്ള വിൻഡോസ് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.